സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴയാണ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. ശക്തമായ മഴയെ തുടർന്ന് എറണാകുളം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂർ കോളയാട് ചെമ്പൂക്കാവിൽ വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചുവെന്ന വാർത്ത എത്തുകയാണ്. എനിയാടൻ വീട്ടിൽ ചന്ദ്രനാണ് മരിച്ചത്. കൂത്തുപറമ്പിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ചന്ദ്രനെ പുറത്തെടുത്തത്. വീട്ടിലുണ്ടായിരുന്ന മറ്റു 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുകയാണ്. വിവരങ്ങളുമായി അർജുൻ കല്യാടും എസ് ശരണും AK അഭിലാഷും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അർജുൻ കല്യാടിലേക്ക്. അർജുൻ കല്യാട്, കോളയാട് ചെമ്പൂക്കാവിലാണ് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണത്. എപ്പോഴായിരുന്നു ഈ സംഭവം? മഴക്കെടുതി രൂക്ഷമാണോ ജില്ലയിൽ? അർജുൻ കല്യാൺ. സുജി, അതായത് അതീവ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഒരു ഗൃഹനാഥനാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ശക്തമായ കാറ്റും മഴയും ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ കണ്ണൂരിൻ്റെ പല മേഖലയിലും, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ കാറ്റ് വീശുകയും ശക്തമായ രീതിയിലുള്ള മഴ പെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരം മരം കടപുഴകി വീണ് ഗൃഹനാഥൻ മരിച്ചത്. കോളയാട് പഞ്ചായത്തിലെ ചെമ്പൂക്കാവ് തെറ്റുമലിലെ ഏനിയാടൻ വീട്ടിൽ ചന്ദ്രനാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 1:30 കൂടിയായിരുന്നു അപകടം. ആ സമയത്ത് ശക്തമായ കാറ്റുണ്ടായിരുന്നു. ആ കാറ്റിലാണ് വീടിന് സമീപത്തുള്ള മരം കടപുഴകി വീഴുകയും വീടിന് മുകളിലേക്ക് പതിക്കുകയും അങ്ങനെ ഈ ഗൃഹനാഥന് മരിക്കാനിടയായ സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. വീട്ടിൽ ആ സമയത്ത് 3 പേരാണ് ഉണ്ടായിരുന്നത്. ആ 3 പേരിൽ 2 പേർ ഈ അപകട സമയത്ത് അവിടെ നിന്നും മാറിയതുകൊണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവം അറിഞ്ഞ് അവിടെ നിന്നും മാറിയതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ ഗൃഹനാഥനെ ഈ പറയുന്ന മരത്തിന് അടിയിൽപ്പെട്ടുപോയി. പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ ചേർന്ന രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് പുറത്തേക്കെടുത്തത്. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ കൂടിയും അതിനു മുൻപ് തന്നെ ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന് പുറമെ ആ മേഖലയിൽ മറ്റ് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കാറ്റ് വീശിയടിച്ചുകൊണ്ടുള്ള ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ പാറക്കുണ്ട് ഉന്നതിയിൽ രജീഷിൻ്റെ വീടിന് മുകളിലും ഇതുപോലെ മരം വീണിരുന്നു. തെറ്റുമ്മലിലുള്ള മാധു എന്നവരുടെ വീടിൻ്റെ മുകളിലും മരം വീണിട്ടുണ്ട്. റോഡുകളിലും അതുപോലെ തന്നെ ആ മേഖലയിലുള്ള വഴികളിലുമൊക്കെ മരം കടപുഴകി വീണും ഇലക്ട്രിക് ലൈനിന് മുകളിൽ മരം വീണുമൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉളിക്കൽ മേഖലയിലും ഈ ഹൈടെൻഷൻ ലൈനിൻ്റെ മുകളിൽ ഉൾപ്പെടെ മരം കടപുഴകി വീണ സംഭവം ഉണ്ടായിട്ടുണ്ട്. ശക്തമായ കാറ്റും മഴയുമൊക്കെയാണ് പ്രധാനമായി ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കണ്ണൂരിലാണ് ഒരു ഗൃഹനാഥൻ മഴക്കെടുതിയിൽ മരണപ്പെട്ടിരിക്കുന്നത്. വീടിന് മുകളിൽ മരം വീണാണ് പുറത്തെടുത്തത്. നമുക്ക് AK അഭിലാഷിലേക്ക് കൂടി പോകാം. AK അഭിലാഷ്, മലബാറിൽ പൊതുവെ മഴ ഇപ്പോൾ എങ്ങനെയുണ്ട്? പലയിടങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? സുജിയ, കനത്ത മഴയാണ് പല മേഖലകളിലും വരുന്നത്. കാരണം ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ, കാറ്റും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും മരം വീണതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. കൊടിയത്തൂരിൽ കൃഷ്ണൻ്റെ വീടിന് മുകളിൽ മരം വീണിട്ടുണ്ട്. വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചാലിയാറിലും ഇരുവഴിഞ്ഞിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാവൂരിലെ പല മേഖലകളിലും ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നു വരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം താഴ്ന്ന മേഖലകളിലാകെ ഈ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. അത്തരത്തിലുള്ള ഭീഷണി കൂടി ഉണ്ട് എന്നാണ്. ഏതായാലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ വീണതോടുകൂടി തന്നെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ അപകടങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശക്തമായ മഴയാണ് കോഴിക്കോട് ഭാഗത്ത് പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. SS ശരൺ കൂടിയുണ്ട് നമുക്കൊപ്പം. ശരൺ, ഇപ്പോൾ മധ്യകേരളത്തിൽ മഴയുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊക്കെ ശേഖരിച്ചു വയ്ക്കൂ. നമ്മുടെ പ്രേക്ഷകർ അറിയാൻ കാത്തു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മഴ പെയ്യാതിരിക്കും എന്ന് പറയാറുമുണ്ട്. ശരൺ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ എങ്ങനെ മഴയുണ്ടോ? മഴയായതുകൊണ്ട് എഴുന്നേൽക്കാനൊക്കെ വൈകിയോ? സുജയ, ഗുഡ് മോർണിംഗ്. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ എറണാകുളം ജില്ലയിലാകെ തന്നെ മഴ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അത് നഗരപ്രദേശങ്ങളിലാണെങ്കിലും റൂറൽ മേഖലകളിലാണെങ്കിലും ഒക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിയിൽ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇടപ്പള്ളിയിലെ സാഹചര്യമാണ്. അതായത് ഇടപ്പള്ളി
സിഗ്നൽ താണ്ടി വരുന്ന സ്ഥലം, അതായത് ആലുവയിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന് സമാനമായി തന്നെ നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് അടക്കം വെള്ളം കയറാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി ആരംഭിച്ച മഴ അത് ഇപ്പോഴും മണിക്കൂറുകളായിട്ടും ശമനമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ക്യാമ്പുകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. എന്നാൽ റൂറൽ മേഖലകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ശക്തമായ മഴയും കാറ്റും ഉണ്ടെന്നുള്ളതാണ്. അതായത് മഴക്കെടുതി ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ശക്തമായ മഴയും കാറ്റും മഴ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിയിലൊക്കെ വഴി നിറയെ വെള്ളമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ മഴ പെയ്ത് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ടിലേക്ക് വീണ്ടും പോകുമോ എന്ന ഒരു ആശങ്ക കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങൾ